പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കടന്നു വരുവാൻ ദൈവം എനിക്കൊരവസരം നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ ശ്രേഷ്ഠ അഭിഷക്തനോടും നന്ദി അറിയിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ആലയം കണ്ടപ്പോൾ വളരെ മനോഹരമായി എല്ലാം പണിത് മനോഹരമായ ഈ 2 അലമാര നിറച്ച് നിങ്ങൾക്ക് കിട്ടിയ അവാർഡുകൾ കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ 2-3 അലമാരകളുണ്ട്. എനിക്കിപ്പം വെക്കാൻ സ്ഥലമില്ല. തരുന്നവർക്ക് ഞാനങ്ങ് തിരിച്ചു കൊടുത്തിട്ട് പോവുക. ഒത്തിരി റിസർച്ചും കാര്യങ്ങളും. ഞാനൊരു സയൻറ്റിസ്റ്റും കൂടിയാണ്. കുഞ്ഞുങ്ങളുടെ ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയാണ്. 1200 കുഞ്ഞുങ്ങളെ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. വളരെ നിർദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് 30,000 40,000-നുമൊക്കെ സർജറി ചെയ്ത് അവരെയൊക്കെ ഭവനത്തിൽ വിട്ട് അവരുടെ കുഞ്ഞുങ്ങളെയും കൂടെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയം പണിയുക എന്ന് പറയുന്നത് അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാനെപ്പോഴും എൻ്റെ സഭയിലും പറയും, അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ സഭയിൽ വന്നെങ്കിലും ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ദേവദാസനാണ് ഞങ്ങളുടെ സഭയുടെ അറ്റകുറ്റപ്പണികൾ മുഴുവനും തീർത്തത്. അതൊരു പ്രത്യേക കൃപയാണ്. അത് ദൈവം കൊടുത്ത ദാനമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ശ്രേഷ്ഠ ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ആലയം ദൈവം നിങ്ങൾക്ക് നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം 13-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇടുക്കമുള്ള വാതിലിലൂടെ കടക്കുവാൻ പോരാടുവീൻ. കർത്താവ് പറയുന്നത് ഇടുക്കമുള്ള വാതിലിലൂടെ കടക്കുവീൻ എന്നുള്ളൊരു കമാൻഡല്ല, കടക്കുവാൻ ശ്രമിക്കുവീൻ. നിങ്ങളുടെ സാധാ ജീവിതത്തിൽ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇടുക്ക് വാതിലിലൂടെ കടക്കുവീൻ, കടക്കുവാൻ പോരാടുവീൻ. ട്രൈ ടു എൻ്റർ ത്രൂ ദ നാരോ ഡോർ ബട്ട് ഇറ്റ് കനോട്ട് എന്നാണ് പറയുന്നത്. ഇടുക്ക് വാതിലൂടെ കടക്കുവാൻ പലരും ശ്രമിക്കും, എന്നാൽ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുവാൻ നേരമായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പരിശ്രമത്തോടെ ഇടുക്കുവാതിൽ കടക്കുവാൻ നമുക്ക് ദൈവം ശക്തി തരട്ടെ. അതിനോടനുബന്ധിച്ച മനോഹരമായ ഈ സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ ഞാൻ ഇന്ന് കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. സങ്കീർത്തനങ്ങൾ 63-ന്റെ 3 ഇപ്രകാരം പാസ്റ്റർ പ്രത്യേകം വായിച്ച് കേൾപ്പിച്ചു: നിന്റെ ദയ ജീവനേക്കാൾ വലുതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്ന വ്യക്തികൾക്ക് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തി നൽകും. പരിശുദ്ധാത്മാവ് ശക്തി നൽകുമ്പോൾ നിനക്ക് ദൈവത്തെ എപ്പോഴും പാടി സ്തുതിക്കുവാൻ, എൻ്റെ ജീവിതകാലമൊക്കെയും ഞാൻ അങ്ങനെ തന്നെ നിന്നെ വാഴ്ത്തും. ഞാൻ എൻ്റെ കൈകളെ മലർത്തും. സങ്കീർത്തനം 141-ന്റെ 2 ഇപ്രകാരം പറയുന്നുണ്ട്: സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൈകളെ വായിച്ചാട്ട്, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ഒരു ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് അത് സന്ധ്യായാഗമായി തീരും. സ്തോത്രം എന്ന യാഗമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൈകളെ മലർത്തി മുട്ടിന്മേലിരുന്ന് നിങ്ങളുടെ സന്ധ്യയ്ക്കുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ ദൈവമക്കളെ. ഈ കൈകളെ മലർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ കൈകളിലൂടെ ഇറങ്ങി വരുന്ന അനുഭവം എത്ര പേർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കൈകളെ മലർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി.
പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കൊരു ഭവനം ചമയ്ക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവെന്ന് പാസ്റ്റർ ആമുഖമായി പ്രാർത്ഥിച്ചപ്പോൾ അതിൽ കോട്ട് ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ വളരെ വിഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഒന്നും ഇല്ലല്ലോ. പെന്തക്കോസ്തിൽ നമുക്ക് ആകെ ഉള്ളത് ചെണ്ടയും അന്യഭാഷയും മാത്രം. എന്നോട് വിഷമം തോന്നല്ലേ, കാരണം ഞാൻ വളരെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കും ഭാരമുണ്ട്. ദ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഇന്ന് ദൈവമക്കളിൽ ഓപ്പറേഷൻ ഇല്ല. ഇന്ന് ഞാൻ ചലഞ്ച് ചെയ്യാറുണ്ട്, ഏത് പെന്തക്കോസ് കോളത്തിലുണ്ട് നേരത്തെ ദൈവത്തിൻ്റെ ദാസന്മാർ സ്റ്റേജിൽ നിന്ന് പേര് വിളിച്ച് പറയുമ്പോൾ തന്നെ അനേകരുടെ ഹൃദയങ്ങളുടെ ഹോളടയുകയും അനേകര മുടന്തന്മാർ സ്റ്റേജിലേക്ക് ഓടിച്ചാടി വരുന്ന കാലം പോയി. എല്ലാവരും സുഖസൗകര്യങ്ങളുടെ മുഖത്തായി പോയി. സങ്കീർത്തനം 62 10 ഇപ്രകാരം പറയുന്നുണ്ട്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്ത് തരുവന്നേ, പക്ഷെ അത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഷൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സജി, സ്വർഗം ഭയങ്കര സിംഹാസനത്തിൻ്റെ മുമ്പിൽ എല്ലാം സ്വർണ്ണ വീതികളാണ്. അതെനിക്ക് ഒരിക്കൽ മനസ്സിലായത്, എൻ്റെ മോള് 6ാം ക്ലാസ്സിൽ വെച്ചാണ് യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. പെന്തക്കോസ്ത് കോളത്തിലായാലും കുഞ്ഞുങ്ങളെ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി മാതാപിതാക്കൾ പറഞ്ഞ് അവരെ അക്സെപ്റ്റ് ചെയ്തിരിക്കണേ. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീസ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും നമ്മുടെ പാസ്പോർട്ട് ഉള്ളത് കൊണ്ട് ദുബായ് പോകാൻ പറ്റുമില്ല. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് പാപത്തിന് പരിഹാരമായതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാവരും സ്വർഗത്തിൽ പോവുമോ? ഇല്ല, ഒരിക്കലും പോയില്ല. നമ്മൾ വീസ മേടിച്ചെങ്കിലേ കുവൈറ്റിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ മോള് സ്കൂട്ടറിൻ്റെ പുറകെ മുമ്പിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു, അപ്പം പപ്പ, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷ സ്വീകരിച്ചിട്ടില്ലല്ലോ, അതിനെന്താ മോളെ, നമുക്ക് ഇന്ന് യേശുവിനെ സ്വന്തം രക്ഷ സ്വീകരിക്കാം. ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു വന്ന് ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ മകൾ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ഈ മകൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എന്നോട് വന്ന് പറഞ്ഞു, ആ മകളും മകനും ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ എല്ലിൻ്റെ ഡോക്ടറാണ് എൻ്റെ മരുമകൻ. അപ്പോൾ ആ മകൾ എന്നോട് പറഞ്ഞു, പപ്പ, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ OPD വരുമ്പോഴെല്ലാം അവരെ എൻകറേജ് ചെയ്താൽ വിടും. ഇന്ന് മോളെ യേശപ്പച്ചാട് പ്രാർത്ഥിച്ചോ, രാത്രി കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിലും കട്ടിലേ കിടക്കുമ്പോൾ യേശപ്പച്ചാട് പ്രാർത്ഥിച്ചിട്ട് മോളും കിടക്കണേ. അങ്ങനെയാണെങ്കിൽ യേശപ്പച്ച വന്ന് മടിയിലൊക്കെ ഇരുത്തും. യേശപ്പച്ച മക്കളെ സ്വർഗമൊക്കെ കൊണ്ട് കാണിക്കും. കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. വലിയവരെ വലിയ ഇഷ്ടമല്ല, വലിയവർ ഭയങ്കര കുരുക്കന്മാരാണ്. അപ്പം അവർ എന്നോട് ഇതെല്ലാം പറയും. അപ്പം മോള് പറഞ്ഞു, പപ്പ, യേശപ്പച്ച എൻ്റെ മടിയിലിരുത്തി എന്നെ സ്വർഗമെല്ലാം കാണിച്ച് സ്വർണ്ണം കൊണ്ടുള്ള വീതികളാണ്, സ്വർണം കൊണ്ടുള്ള വീതിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വർഗം നല്ല മനോഹരമായ സ്വർണം കൊണ്ടുള്ള വീതിയാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എല്ലാവർക്കും ഓരോ ഭവനം അവിടെ കണ്ടു ഞാൻ. ആ ഭവനത്തിൻ്റെ വാതിലിൻ്റെ അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. IAS എന്നും MBBS എന്നും MDS BTH MDH ഒന്നും എഴുതിയിട്ടില്ല. ദൈവത്തിൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭവനം ചമയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് പറയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഈ ഭവനത്തിനെല്ലാം 3 ഭിത്തിയേ ഉള്ളൂ, ബാക്കിലത്തെ ഭിത്തി ഇല്ല. അവിടെ നിന്നാൽ സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിനെ കണ്ട് ആരാധിക്കുന്ന ജനങ്ങളെ കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിച്ചു എന്നവർ. നമുക്കാർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഭവനങ്ങളുണ്ട്.
അതിൻ്റെ ഒരു സൈഡ് തുറന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവരും സിംഹാസനത്തിലേക്ക് നോക്കി ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിന്റെ ചുണ്ടിന്മേൽ വരുന്ന സ്തോത്രമെന്നയാകാം ഹല്ലേലൂയ എന്ന് പറയുന്ന ശക്തി അത് ഇന്നും അറിയത്തില്ല. അത് സ്വർഗത്തിലുമുണ്ട്. ഇടിമുഴക്കം പോലെ ഞാനൊരു ശബ്ദം കേട്ടു എന്ന് വെളിപാടിന്റെ പുസ്തകത്തിലുണ്ട്. അത് ഹല്ലേലൂയ എന്ന് പറയുന്ന ശബ്ദം ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഇടുക്കുവാതിലൂടെ പോകുവാൻ ദൈവം ശക്തി തരും. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു സൈഡിൽ ചെളിയിൽ പൂണ്ട് ചക്രങ്ങൾ താന്ന് രഥങ്ങൾ പൊങ്ങി സകല സൈനാധിപത്യങ്ങളും ഈജിപ്തിലെ സകല സൈന്യങ്ങളും ഫറവോന്റെ സകല ആൾക്കാരും ആ ചെളിയിൽ താഴ്ന്നു വീഴുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അക്കരെ കയറി വരുമ്പോൾ ഉണങ്ങിയ നിലത്തോടെ നിങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ നിന്റെ ചുണ്ടിൽ നിന്ന് സ്വത്രമെന്ന യാഗം അർപ്പിക്കണം. അഹരോന്റെ സഹോദരി മിറിയാം ഉടനെ തപ്പെടുത്തെന്നാ പറഞ്ഞത്. ടാമറിൻ ആ സഹോദരിയുടെ കയ്യിലിരിപ്പുണ്ട് കൊച്ചു ടാമറിൻ. എല്ലാവരും ഉപകരണങ്ങൾ കൊണ്ടുവരണം കേട്ടോ. എൻ്റെ എല്ലാ ഉപകരണങ്ങളും ഞാൻ വായിക്കും. നിയമം ചോദിച്ചാൽ അറിയത്തില്ല, ദൈവം അങ്ങ് പഠിപ്പിച്ചതാണ്. കീബോർഡ് വായിക്കണേ കീബോർഡ് വായിക്കും, ഗിറ്റാർ വായിക്കണേ ഗിറ്റാർ വായിക്കും, ചിഞ്ചിലോ ആന്നേ ചിഞ്ചില്. ഇതാണ് സിമ്പല്. ഇത് ആന്ധ്രയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവരുടെ 10-30,000 പേര് കൂടുന്ന കൺവെൻഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചത്. അവിടുന്ന് വാങ്ങിക്കുന്നതിന് പ്രത്യേക നല്ല ശബ്ദമാണ്. കാരണം ആ ബ്രാസിൻ്റെ ഗുണമാണ്. ഇതുപോലൊരു സാധനം ഈ വലിയ കെട്ടിൻ്റെ മണ്ടയ്ക്ക് തന്നെ കെട്ടിവെച്ചിരുന്നു. ഈ കെട്ടിനകത്താണെങ്കിലേ അഴിച്ചെടുക്കാൻ ഇച്ചിരി താമസം വരും. ഏത് സമയവും എനിക്ക് ഈ ചിഞ്ചിലം എടുക്കണം. അതാ മിറിയാം നിമിഷ നേരം കൊണ്ട് ആ ഊനാങ്കുരുക്കൊന്ന് അഴിച്ച് വലിയ പാണ്ടക്കെട്ടുകൾ ഇങ്ങനെ കാളവണ്ടിയെ കൊണ്ടുവന്നിരിക്കുക. എവിടുന്നെല്ലാം സ്വർണവും ലോഹങ്ങളും കിട്ടിയോ അതെല്ലാ സമ്പത്തുകളും പെറുക്കി വന്നിരിക്കുക. ഇതിൻ്റെ ഇടയിലൊരു ചിഞ്ചില എവിടാന്ന് കണ്ടുപിടിക്കുന്നത്? എവിടാ? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബൈബിള് തപ്പി നോക്കുമ്പോൾ ബൈബിള് പെട്ടിയുടെ അകത്ത് തുണിക്കകത്ത് കയറ്റി വെച്ചിരിക്കുക. പിന്നെ ഇതെങ്ങനെ അഴിച്ചെടുത്ത് രാവിലെ വായിക്കുന്നത്? നീ പോക്കറ്റിലൊരു പോക്കറ്റ് എഡിഷൻ ബൈബിൾ ഉണ്ടെങ്കിലേ ഏത് നിമിഷവും എടുത്ത് വായിക്കാം അല്ലേ? പോക്കറ്റ് എഡിഷൻ ബൈബിൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓർത്ത്. കർത്താവായ യേശുക്രിസ്തുവിനെ 1985 ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്. അന്ന് എൻ്റെ പപ്പായൊക്കെ CSIയിലൊക്കെ ഒത്തിരി പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുന്ന കാലം. അന്ന് അനേകർ പരിശുദ്ധാത്മാവിഷയമൊക്കെ പ്രാപിക്കുമായിരുന്നു. ആത്മാവിൻ്റെ ആ വലിയ സന്തോഷ ഉണർവും കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് എനിക്ക് 400 രൂപയോ 280 രൂപയാണ് എനിക്ക് അയച്ചു തരുന്നത്. അതെൻ്റെ ബ്രദറിലെയാണ്. കാരണം ഫാദർ ബോൺ ക്യാൻസറായിട്ട് 49 വയസ്സിൽ മരിച്ചുപോയി. എൻ്റെ അമ്മ 39 വയസ്സിൽ വിധവയായി. ഞങ്ങളെ 6 പേരെയും വളർത്തി 82 വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ സ്ഥാനപ്പെട്ട് മരിക്കുവാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. ഈ 250 രൂപ കിട്ടുമ്പോൾ എല്ലാത്തിനും തികയത്തില്ല. പക്ഷേ യേശുവിനെ സ്വീകരിച്ച് പിറ്റേ ആഴ്ച എൻ്റെ ഫൈനൽ MBBSൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ ഗോൾഡ് മെഡൽ മേടിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം എൻ്റെ കടങ്ങളൊക്കെ ഫീസൊക്കെ അടച്ചത് എൻ്റെ രജിസ്ട്രാറാണ്. അദ്ദേഹം പറഞ്ഞു, സാറ് സ്റ്റൈപ്പൻഡ് കിട്ടുമ്പം തന്നാൽ മതി. സ്റ്റൈപ്പൻഡ് അന്ന് 400 രൂപയാണ്. ഇപ്പം 400 രൂപയോ അങ്ങ് പിടിച്ചാൽ പിന്നെ എവിടാ പൈസ? അപ്പോൾ ഞാൻ രാത്രി ജോലി ചെയ്യാൻ തുടങ്ങി. ഹൗസ് സർജൻസി രാത്രിയിലും കൂടെ ജോലി ചെയ്തിട്ട് രാവിലെ പിന്നെ ട്രെയിനിങ്ങിന് എൻ്റെ മെഡിക്കൽ കോളേജിലും പോകുമായിരുന്നു. അപ്പോൾ രാവിലെ കൊണ്ടിരുന്ന ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം
ഞാൻ വേറൊരു സ്റ്റീൽ പാത്രത്തിനകത്താക്കി വെക്കും വൈകിട്ടത്തേക്ക്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഈ പോക്കറ്റ് എഡിഷൻ ബൈബിൾ എപ്പോഴും കൊണ്ട് നടക്കും. അപ്പം ഞാൻ രാത്രി പോകുന്ന ഡ്യൂട്ടി റൂമിൽ ഇരിക്കും. രാത്രിയിൽ ഈ ഫുഡ് തുറക്കുമ്പോൾ പല സമയത്തും അത് കഴിക്കാൻ കൊള്ളാത്ത രീതിയിൽ റോട്ടനായി പോകാറുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ ഈ പോക്കറ്റ് എഡിഷൻ ബൈബിൾ വായിക്കും. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അഴിക്കാവുന്നിടത്ത് വെച്ചേക്കണേ. ഏത് നിമിഷവും ദൈവത്തെ സ്തുതിക്കുവാൻ പ്രതിഗാനമായി. എനിക്ക് തോന്നുന്നു മിറിയാമായിരിക്കും ആദ്യത്തെ പാട്ട് എഴുതിയത്. മിറിയാമായിരിക്കും ആദ്യം ഈ പ്രതിഗാനമായി നല്ല പാട്ടൊക്കെ പാടാൻ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സഹോദരിമാരാപ്പം മിടുക്കരേട്ടോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോഴേ ഉടനെ മധുരമുള്ള വെള്ളമുള്ള മരുഭൂമിയിൽ കൊണ്ടുപോകുമെന്നാണ് വിചാരിക്കുന്നത്, ഇല്ലേ? പെന്തക്കോസ്ത് കോളത്തിൽ കടന്നു വരുമ്പം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നോ, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ശോഭയേറിയ പൊന്മുഖം മധ്യാകാശം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ 4 ദിക്കിൽ നിന്നും കൈകൾ ഉയർത്തി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 15-ന്റെ 21-22 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ 3 ദിവസത്തെ വഴി ശൂർ മരുഭൂമിയിൽ കൂടെ കടന്നുപോയി. സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നത് കൊണ്ട് നീ ശൂർ മരുഭൂമിയിൽ കൂടെ കടക്കത്തില്ലെന്ന് തെളിവില്ല. നീ കടക്കുന്നേ മക്കളെ. കയ്പുള്ള ജലത്തിൽ നിന്നെ കുടിപ്പിക്കും. മാറാവുള്ള സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കും. പക്ഷെ അവിടെയും മോശയുടെ നിലവിളിയുടെ മുമ്പിൽ നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മോശയെ ഒരു മരം കാണിച്ചു കൊടുത്ത ദൈവം. അവിടെ എഴുതിയിട്ടുണ്ട്, മോശ നിലവിളിച്ചത് കൊണ്ട് ദൈവം ആ മരക്കൊമ്പ് കാണിച്ചു കൊടുത്തു. മറ്റുള്ളവരും പച്ച മലയാളത്തിൽ പറഞ്ഞ ഓസിന് വെള്ളം കുടിച്ചു പാസ്റ്റർ, മരക്കൊമ്പ് കണ്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ മുറിവുകളുടെ നടുവിലൂടെ നിങ്ങൾ നടക്കുമെന്ന് കർത്താവിനറിയാം. നാവിഗേഷൻ പട്ടികയിൽ ഇന്നത്തെ അത്യാധുനികമായ കാറുകൾ പോലും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആരും ഭാരപ്പെടണ്ട. അതിനകത്തൊന്ന് കൊത്തിയാൽ മതി. റെസ്റ്റോറൻറ്റ് കൊത്തിക്കഴിഞ്ഞാൽ സ്പൂണും പാത്രവും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന കാണാം. ഇതിനടുത്ത് എവിടേക്ക് റെസ്റ്റോറൻ്റ് ഉണ്ടോ അതെല്ലാം കാണിക്കും. പക്ഷെ നിങ്ങളെ കാണിക്കാത്ത ഒരു മരം ദൈവം വെച്ച് പിടിപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ മക്കൾ ഭാരത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയാലും നിങ്ങളറിയാത്ത ഒരു മരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാറായ മധുരമാക്കി കൊടുക്കുവാൻ നിങ്ങൾ കാണുന്നതിന് മുമ്പേ ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ദൈവമക്കളെ. ആ മരത്തിൻ്റെ കൊമ്പൊന്നൊടിച്ചിട്ടാലുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൊമ്പൊടിച്ചിട്ടാലുണ്ടല്ലോ, നിന്റെ മാറായ മധുരമാക്കി തരുവാൻ കഴിയുന്ന ദൈവം നമ്മുടെ മധ്യയിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ പ്രാഗൽഭ്യം മാനസാന്തരം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3,
4 വാക്യം ഒന്ന് വായിക്കാം. ഓ, അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ആരാ പറഞ്ഞത്? യേശു തമ്പുരാനാ പറഞ്ഞത്. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തികൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ലെന്ന് അത് ദൈവം മുൻകൂട്ടി പറഞ്ഞതാ. ദൈവം മുൻകൂട്ടി പറയുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ സ്നാപകൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. ഇവിടെ വീണ്ടും കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 13:5 പറയുന്നുണ്ട്, അല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഒരപ്പൻ തൻ്റെ മക്കളോടും, മക്കൾ അപ്പനോടും, ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും സോറി അച്ചാച്ച, സോറി അമ്മമ്മ, ഐ ആം വെരി സോറി എന്ന് പറയുവാൻ കഴിയത്തില്ലെങ്കിൽ നമ്മളാരും ക്രിസ്ത്യാനികളല്ലെന്ന്. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗീയ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകും. ഒരു ധനവാനും ലാസറിന്റെയും ഒരു ഉപമ അവിടെ ഉണ്ട്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ചു. ധൂമ്രവസ്ത്രം വളരെ വിലപ്പെട്ട വസ്ത്രമാണ്. അവർ പറയുന്നു 1 വർഷത്തെ വേതനമുണ്ടെങ്കിൽ, 1 വർഷത്തെ സാലറി ഉണ്ടെങ്കിൽ ഈ ധൂമ്രവസ്ത്രം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ദിനം പ്രതി ആഡംബരത്തോടെ സൂക്ഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പണക്കാരെല്ലാം സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ മൃണങ്ങൾ നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കിൽ കടന്നിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷേ ഈ ഉപമയിൽ സാധാരണ പേരുകൾ വരാറില്ല, പക്ഷെ പേരുകൾ വരുന്നത് വളരെ പ്രാധാന്യമുള്ള പാരബിൾസാണ്. ഈ പാവം പിടിച്ച കഷ്ടം അനുഭവിച്ച പിച്ചക്കാരന് പേര് കൊടുത്തില്ലേ? പണക്കാരന് പേര് കൊടുത്തില്ല, അവൻ്റെ പേര് പണക്കാരനാ. മനസ്സിലാക്കിക്കോണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവൻ മുകളിലേക്കൊന്ന് നോക്കി. ഈ പാതാളവും പറുദീസയും തൊട്ടടുത്ത. പാതാളം ഇവിടെയും പറുദീസ തൊട്ട് മുകളില്ല. അതുകൊണ്ടാണ് മുകളിലോട്ട് നോക്കിയെന്ന് പറഞ്ഞ്. മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. അപ്പോൾ യേശു തമ്പുരാൻ വേണം ആദ്യം സ്വർഗത്തിൽ പോകാൻ. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ട്രെയിൻ ബൈ ട്രെയിനായിട്ട് എഫേസ്യർ 4-ന്റെ പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരെ ക്യാപ്റ്റീവ് ബൈ ക്യാപ്റ്റീവായിട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അപ്പം അബ്രഹാം പിതാവ്, മോസസ്, എലിയാബ്, എലീഷ, ഇവരെല്ലാം ഇരിക്കുന്ന സ്ഥലമായി ഈ പറുദീസ. അതുകൊണ്ടാണ് കള്ളൻ പറഞ്ഞത്, റിമെമ്പർ മീ ലോർഡ് വെൻ യു വിൽ ബി ഇൻ ദ പാരഡൈസ്, റിമെമ്പർ മീ. ഇന്ന് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമെന്ന്. കർത്താവ് ആദ്യം പറുദീസയിലോട്ടാണ് പോയത്. അതാ ഉയരത്തിൽ കയറിയവൻ ഭൂമിയിലേക്ക് ഇറങ്ങിയില്ലേ എന്ന് എഫേസ്യർക്ക് എഴുതിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പറുദീസ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയതേ ഉള്ളൂ. വെള്ളത്തിൽ മുക്കി എൻ്റെ നാവൊന്ന് തണുപ്പിക്കണം. കുടിക്കാൻ തരണമെന്ന് പറഞ്ഞില്ല കേട്ടോ, തണുപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ ദാഹവും ഭക്ഷണമൊന്നുമില്ല, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ നമുക്ക് അങ്ങനെ ഫ്രൂട്ട് മരങ്ങളൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വന്നപ്പം റംബൂട്ടാൻ മേടിച്ചു. ഓരോ ടൈപ്പ് റംബൂട്ടാൻ കണ്ടപ്പോൾ ഞാനങ്ങ് ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, സാറേ ഉരുണ്ടതുണ്ട്, അത് T20. ഭയങ്കര സ്വീറ്റാണ് ഫസ്റ്റ് മേടിക്കണേ. ഒരു 1/2 കിലോയ്ക്ക് 150 രൂപയാണെന്നാണ് പറയുന്നത്. ഭയങ്കര വിലയാണ്, 300 രൂപയൊക്കെയാണ് പറയുന്നത്. ഇച്ചിരിയുടെ നീളമുണ്ട്, അത് T16. നമ്മൾ ചവച്ച് ഉപ്പിട്ട കുരു കിളിച്ചതാണ് ഈ അവിടെയൊക്കെ നട്ട് ഈ പുളിയൊക്കെ ഉള്ളത് കിട്ടുന്നത്. അതാണ് അതിൻ്റെ കുഴപ്പം. ഇപ്പം അത് പുളിരസം ഉള്ളത് മനസ്സിലാക്കണം. വിറ്റാമിൻ C കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ. അവിടെ പുളിയുള്ളത് കഴിക്കണം, അതിന് കുഴപ്പമില്ല. എൻ്റെ വീട്ടിലുള്ളത് പുളിയും മധുരവും ഉള്ളതാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള ടൈപ്പാണ്. അതിന് പറയുന്ന വരിക്കയെന്ന് പറയും. ദൈവത്തിൻ്റെ ഈ ഫ്രൂട്ട് മരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇങ്ങനെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട് മരങ്ങളും സ്വർഗത്തിലുണ്ട്.
പക്ഷെ ആർക്കും ദാഹമൊന്നും വിശപ്പൊന്നുമില്ല. വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വെള്ളം നാക്കാലൊന്ന് നനച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അത്രമാത്രം അങ്ങ് വരളുക. ചാവുമോ? അതുമില്ല. എന്താ കാര്യം? നിത്യനാശമാണ്, എറ്റേണൽ ഡിസ്ട്രക്ഷനാണ്. നിത്യജീവിതം എന്ന് പറഞ്ഞാൽ മക്കൾക്കൊക്കെ മനസ്സിലായോ? ഒരിക്കലും മരണമില്ല, എന്നേക്കും ജീവിക്കും. ഞാൻ ഹിന്ദുക്കളോടൊക്കെ പറയും അടുത്ത തലമുറയിൽ ഈ മുയലും പൂച്ചയും പിന്നെ എന്തോ പറയുന്നത് ജീവികളുമൊക്കെ എലിയും ഒക്കെ ആയിട്ട് വരുത്തുന്നില്ല, പാറ്റായുമായിട്ടൊന്നും വരുത്തില്ല. നിത്യജീവനാണ്, എന്നേക്കുമായിട്ടാണ് വസിക്കാൻ പോകുന്നത്. അപ്പം ആ ഇടുക്കുവാതല്ലോടെ ഇങ്ങനെ നാക്കിയൊന്ന് ഇടുക്കിനകത്തോടെ പോകുന്നത് നഷ്ടമല്ലെന്ന്. ആ തീപ്പൊയ്കയിലോ ഒരിക്കലും ചാവത്തുമില്ല. ഇവിടെ കിടന്ന് ഈ അപ്പച്ചനും അമ്മച്ചുമാരൊക്കെ 7 കുർബാനയും 3 കുർബാനയും മുത്തക്കുടയും ചക്കക്കുടയും ഒക്കെ വെച്ചേക്കുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ട്. ഇതിനെ ഒന്നിനെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് ഞാനിതൊക്കെ തുറന്നു പറയും, ഇതിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാദ്യം താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരോടൊന്ന് മനസ്സിലാക്കി കൊടുത്തോണം. അതുകൊണ്ട് കനിവുണ്ടാകണം. ഈ അഗ്നിയിൽ കിടന്ന് വേദന ഞാൻ അനുഭവിക്കുന്നു. അബ്രഹാം മകനോട് പറഞ്ഞു, ആയുസ്സും നീ നന്മയും ലാസർ തിന്മയും അനുഭവിച്ച് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ലാസർ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ഒരു ദൈവവൈതല് കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ ശോഭയേറിയ വന്മുഖം കാണുകയില്ല. പക്ഷെ പ്രത്യാശയുണ്ട്, നിനക്ക് വേണ്ടി ഒരു മരം അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. യോബിൻ്റെ പുസ്തകം 5:6, 7, 8 ഒന്ന് വായിക്കാം. യോബിൻ്റെ പുസ്തകം 5, 6, 7. കഷ്ടങ്ങൾ മുളയ്ക്കുന്നത് ഭൂമിയിൽ നിന്നല്ല. നിങ്ങളെ കൊണ്ട് എടുപ്പിച്ച് വായിപ്പിക്കുക, നിങ്ങളുടെ മനസ്സ് തറയ്ക്കാനാ. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് തീപ്പൊരി ഉയരെ പറക്കും പോലെ. ഒന്നുകൂടെ വായിച്ച്. അപ്പം മനുഷ്യൻ എന്തിനാ ജനിച്ചിരിക്കുന്നത്? എന്താ അമ്മച്ചി മോനെ, എന്തോ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നത്? എന്തിനാ ജനിച്ചിരിക്കുന്നത്? കഷ്ടതയ്ക്കായിട്ട്. യു ആർ ബോൺ ടു ബി അഫ്ലിക്റ്റഡ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷ് ബൈബിളൂടെ വായിക്കണം കേട്ടോ. ഗുഡ് ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷാണ്. ന്യൂ ഇൻ്റർനാഷണൽ വെർഷൻ ആണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. കടിച്ചാൽ പൊട്ടാത്തതാ ഈ കിങ് ജെയിംസ് വെർഷൻ. ഞാനും വായിക്കാറില്ല, കാരണം ഞാനും മലയാളം മീഡിയത്തിലായിരുന്നു പഠിച്ചത്. ഈ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആഴമേറിയ അർത്ഥം നമ്മുടെ മനസ്സിൽ തറയ്ക്കും. വളരെ യു ആർ ബോൺ ടു ബി അഫ്ലിക്റ്റഡ്. നീ ജനിച്ചിരിക്കുന്നത് കഷ്ടതയ്ക്കായിട്ടാണെന്ന്. പക്ഷെ അവിടെയും തീപ്പൊരി ഉയരെ പറക്കും പോലെ എന്ന് പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഈ വെൽഡിങ് ഷോപ്പിലൊക്കെ പോയി കാണും. അവിടെ ഇങ്ങനെ തീപ്പൊരി ഇങ്ങനെ ഗോൾഡ് പറക്കുന്ന പോലെ കേട്ടോ. സ്വർണ്ണമെന്നും പറഞ്ഞ് കൈകൊണ്ട് കയറി പിടിച്ചു കളയല്ലേ. സ്വർണ്ണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ചാടുകയല്ലേ. പക്ഷേ നിമിഷ നേരം കൊണ്ട് പിന്നെ കാണത്തില്ലെന്ന്. അതെന്താണെന്ന് മനസ്സിലായത്? നിമിഷ നേരം കൊണ്ട് ആ ചാരമായി പോവും, തണുത്തു പോവും. നീ കാണുന്ന കഷ്ടം ദൈവം നിമിഷ നേരം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ തണുപ്പിച്ച് കളയുന്ന ദൈവമാ. നീ കാണുന്ന പ്രശ്നങ്ങളെല്ലാം തണുപ്പിക്കുമല്ലേ. അവൻ ദുഷ്ടനല്ലെന്ന്, അവൻ മഹാദേവുള്ള ദൈവമാ. ജീവനേക്കാളും ദൈവമുള്ള ദൈവമാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതെങ്ങനെ മനസ്സിലാക്കിക്കോണം. പെന്തക്കോസ്ത് ഓർത്തി വരുന്നത് സൂക്ഷിക്കാനല്ലെന്ന്, കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ശോഭയേറിയ പൊന്മുഖം കാണുവാൻ ആ ലാസറിന് പേര് കൊടുത്ത ദൈവമാ. അവനെ മോനെ നിന്നെ നിന്റെ പേര് വിളിക്കുന്ന ദൈവമാ. പേര് വിളിക്കുന്ന ദൈവമാന്ന്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ പേര് വിളിക്കും. അത്രയുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് മധ്യ ഒരു വലിയ പിളർപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന്.
ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 26 ഞാൻ വായിക്കും. അവിടെ വലിയ പിളർപ്പുണ്ടാക്കിയിരിക്കുക. ഈ തേക്കടി ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആന കയറാതിരിക്കാൻ നിങ്ങൾക്ക് ഉറക്കം വരുവാന്ന് എഴുന്നേറ്റ് നിന്നോ, കുഴപ്പമില്ല കേട്ടോ. ആന കയറാതിരിക്കാൻ വലിയ വിള്ളൽ. കാരണം എനിക്ക് എല്ലാ സഭയിലും എപ്പോഴും പോകാൻ പറ്റത്തില്ല, അവിടെ കിട്ടിയ സമയം കിട്ടിക്കോണേ, സ്തോത്രം. അപ്പം വലിയ വിള്ളൽ സ്ഥാപിച്ചിരിക്കുക, വലിയ ട്രങ്ക്, വലിയ കുഴിച്ചിരിക്കുക. ആ കുഴിക്കകത്തോട്ട് ആനയ്ക്ക് കയറാൻ പറ്റത്തില്ല. മനസ്സിലായോ? വലിയ അർത്ഥമുള്ള ഒരു ഉപമയായത്. ഇത് നിങ്ങൾ ഓർത്തഡോക്സുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. മെഴുതിരിക്കാല് കത്തിച്ചാലൊന്നും ഈ കുഴിക്കകത്തോടെ കയറാൻ പറ്റത്തില്ലെന്ന്. മനസ്സിലായോ? ഈ കുഴിക്കകത്തോടൊന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് നോ വൺ ക്യാൻ എൻ്റർ ഫ്രം ദെയർ ടു ഹിയർ, ഫ്രം ഹിയർ ടു ദെയർ കനോട്ട്. അവിടെ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ടോ, ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ടോ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് സാധ്യമല്ല കുഞ്ഞേ, സാധ്യമല്ല. അപ്പോഴവൻ 27-ാം വാക്യത്തെ പറയുക, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കൊന്ന് അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കുവാൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന്. അപ്പോൾ ഇത് സത്യമാണെന്നും മരിച്ചവരുടെ ഇടയിലെങ്കിലും ഒരാൾ ഇപ്പോൾ വന്ന് പറഞ്ഞെങ്കിലേ ഇവരൊക്കെ വിശ്വസിക്കത്തുള്ളൂ. ഇപ്പം പെന്തക്കോസ്തുകാർ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയുടെ വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ആ തീക്ഷ്ണതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീടുകളിലും ഭവനങ്ങളിലും ഓരത്തും ചാരത്തും ജംഗ്ഷനിലുമൊക്കെ പരസ്യവേല നടക്കുമ്പോഴേ ഇതെല്ലാം ആകാശത്തങ്ങ് പോകും. പക്ഷേ ദൈവം അത് എൻ്റെ അടുക്കിലേക്ക് വെറുതെ മടക്കി വരുത്തത്തില്ല. യെശയ്യാപ്രവചനം 55:11-12 വായിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല. അതതിൻ്റെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചേ മടങ്ങി വരൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ഞാൻ ഈ വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന, അപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ആളാണ് ഞങ്ങളുടെ ജോബി സിസ്റ്റർ. ജോബി സിസ്റ്റർ പറഞ്ഞാൽ ഇവിടുത്തെ സഭയെക്കുറിച്ചൊക്കെ അറിയാൻ കാര്യം. അപ്പോൾ ഈ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾ സ്കാൻ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അവരോടൊക്കെ സുവിശേഷം പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മെട്രോ സ്കാനിൽ ഒരു ഉമ്മാമ്മച്ചിയുടെ സഹോദരിയും കൂടെ വന്നു. അന്ന് ജോബി ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ തുടുപ്പുകൾ കണ്ടോ, 1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഹാർട്ടാണ് ഞാൻ എക്സാം ചെയ്യുന്നത്. കേരളത്തിൽ ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ അങ്ങനെ. ഗർഭിണികളുടെ ശിശുക്കളുടെ ഗർഭസ്ഥ ശിശുക്കളുടെ ഹൃദയത്തിൻ്റെ തകരാറുകൾ നോക്കി രോഗം നിർണ്ണയിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം 2,10,000 പ്രാവശ്യമായി ഈ ഹാർട്ട് അടിക്കുന്നത്. എന്നാലും അമ്മച്ചി ഇതൊന്നും കീറിപ്പോകത്തില്ല. എന്താണെന്നറിയാമോ? സങ്കീർത്തനം 139:13 എഴുതിയിട്ടുണ്ട്, ലൈക്ക് എ ടൈലർ ഹി സ്റ്റിച്ച്ഡ് ഇറ്റ് ടുഗദർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻടു ദ വൂംബ് ഓഫ് ദി മദർ. അവൻ തയ്യക്കാരനെ പോലെ തയ്ച്ചു മെടഞ്ഞ് മെനഞ്ഞ് അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഇരുളിൻ്റെ മറവിൽ അവൻ സൃഷ്ടിക്കുന്നു. അവൻ വലിയൊരു തയ്യക്കാരനാ. ആണിപ്പുഴുള്ള കരങ്ങൾ കൊണ്ടൊരു വാൽവ് തയ്ച്ചാൽ ആ വാൽവ് കീറിപ്പോകത്തില്ല. മാമ അങ്ങ് കരയാൻ തുടങ്ങി. ഞാനും അങ്ങ് പേടിച്ചു പോയി. മമ്മയോട് ഞാൻ ചോദിച്ചു, മാമ എന്താ മാമ കരയുന്നത്? മോനെ, എൻ്റെ മോന് ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. കൈയും കാലുകളും ചലിക്കുന്നില്ല. സ്കാനിങ് എല്ലാം ചെയ്തു, MRI CT ഒക്കെ ചെയ്തു. അതിലൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഉമ്മാമ്മ ഇങ്ങനെ വളരെ വേദനിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉമ്മാമ്മേ മോനെ വീട്ടിൽ കൊണ്ടുപോയിക്കോ, അവന് ഓൾമോസ്റ്റ് വെജിറ്റബിളാണ്, വലിയ പ്രയോജനമൊന്നുമില്ല. പ്രസവിക്കുന്ന അമ്മയ്ക്കല്ലേ വേദനയുള്ളൂ. ഞാൻ പറയാം, ആണ് ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ. പക്ഷേ 9 മാസവും 7 ദിവസവും ഓക്സിജനും ഭക്ഷണവും കൊടുക്കുന്ന ഒരമ്മയാണ്. ഒരമ്മയുടെ ഒരു തുള്ളി രക്തം ഈ കുഞ്ഞിനകത്ത് കയറത്തില്ല. ഓക്സിജനും ഭക്ഷണമേ കയറത്തുള്ളൂ. നമ്മുടെ ബ്ലഡ് എടുത്താൽ നമ്മളാണ് സൃഷ്ടിച്ചതെന്ന് പറയും. സൃഷ്ടാവിൻ്റെ മഹത്വം സൃഷ്ടികൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ബ്ലഡ് കുഞ്ഞുങ്ങൾക്ക് തന്നിട്ട് സൃഷ്ടിക്കുന്നത്. അതാർക്കും അറിയത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
9 മാസം 7 ദിവസം ഓക്സിജനും ഭക്ഷണവും കൊടുത്ത് വളർത്തുന്നത് ഒരമ്മയാണ്. ഒരമ്മയ്ക്ക് വേദനയുള്ളൂ. അമ്മ കരയാൻ തുടങ്ങി. മാമ പറഞ്ഞു, ഡോക്ടറെ മെഡിക്കൽ കോളേജിന് മുമ്പിലെ ക്യാൻറ്റീനിൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഒരു ലഘുലേഖ കസേരയിൽ കിടക്കുന്നത് കണ്ടു. ആ ലഘുലേഖയിൽ ഇപ്രകാരം എഴുതി, അത് നമ്മുടെ കോവിഡിൻ്റെ സമയത്താണ് പാസ്റ്റർ സുവിശേഷകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞ്. അന്ന് കോവിഡിൻ്റെ സമയത്തും സുവിശേഷവേല ചെയ്തവരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ലഘുലേഖയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ യേശുവിന് അസാധ്യമോ. ഈ ഉമ്മാമ നെഞ്ചത്തോട്ട് ചേർത്ത് പിടിച്ച് ഉമ്മാമ പറഞ്ഞു, മോനെ, ഞാൻ ആ ലഘുലേഖ നെഞ്ചത്തോട്ട് ചേർത്ത് പിടിച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ ഒരു യേശു എനിക്കുണ്ടെങ്കിൽ എൻ്റെ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. സിസ്റ്ററെ, സഹോദര, സഹോദരി, നിങ്ങളാരും പ്രാർത്ഥിക്കുന്ന പോലല്ല. അക്രൈസ്തവർ ഒരു വാക്കുച്ചരിച്ചാൽ മതി, യേശു തമ്പുരാൻ അവിടെ മറുപടിയാണ്. അന്ന് രാത്രി ആ മോൻ്റെ കണ്ണുകൾ ചലിക്കാൻ തുടങ്ങി. ഒരാഴ്ചത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, ആ മകൻ്റെ ഭാര്യയാണ് സാറ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മെട്രോയുടെ മുമ്പിൽ ഓടി വന്നു. എൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ഗ്ലാസ് ഞാൻ താത്തു. എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചു. ഞാൻ കയ്യെ പിടിച്ച് അവനെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇവിടെയാക്കി. കുഞ്ഞേ, നീ അറിയിക്കുന്ന സുവിശേഷം നഷ്ടമല്ല. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല. അതതിൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഇപ്രകാരം പറഞ്ഞു, ഇനി അവർക്ക് പ്രവാചകന്മാരും മോശയൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ട് കേൾക്കാത്തവനാണോ പിന്നെ ഇങ്ങോട്ട് വരുന്നതെന്ന്. അപ്പോഴവിടനെ ഈ പണക്കാരൻ പറഞ്ഞു, അങ്ങനെയല്ല അബ്രഹാം പിതാവേ. അബ്രഹാം പിതാവ് എന്നൊക്കെ പേരൊക്കെ അറിയാം കേട്ടോ. ആ, ബൈബിളൊക്കെ ശരിക്ക് കേട്ടതാ, കവലയിൽ നിന്ന് ശരിക്ക് സുവിശേഷം കേട്ടതാ. പക്ഷെ അംഗീകരിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല. അബ്രഹാം പിതാവേ എന്നൊക്കെ വിളിക്കണമെങ്കിൽ അത്രയ്ക്ക് പരിചയമാ ക്രിസ്ത്യാനികളോട്. മരിച്ചവരിൽ ഒരുവൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നാൽ അവരെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടുമെന്ന്. ആ വേർഡിൻ്റെ അടിയിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മക്കളെ. മാനസാന്തരം എന്ന് പറയുന്ന പ്രോസസ് ഇസ് ബിഫോർ ഡെത്ത്. മരണത്തിന് മുമ്പ് നിന്റെ മാനസാന്തരം. ഒരുവന് മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 100 കുർബാന കഴിച്ചാലും ഒരുവന് അങ്ങോട്ട് ചാടിക്കാൻ പറ്റത്തില്ല. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്കും ഇടുക്കുവാതിലൂടെ കടക്കാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 3:17 ഞാൻ വളരെ വേഗത്തിൽ നിർത്തുക. അപ്പോസ്തല പ്രവൃത്തി 3:17 അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആ സഹോദരന്മാരെ, 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? മായ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർമാരെ ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതിയിട്ട് അവർ ഡസ്റ്റർ വെച്ച് അങ്ങ് ഭൂന്നങ്ങ് മായ്ക്കും. പിന്നെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, എഴുതാൻ മറന്നു പോയെങ്കിൽ പിന്നെ കൂട്ടുകാരുടെ ഒന്ന് കോപ്പി ചെയ്യേണ്ടി വരും. മായ്ച്ചാൽ പിന്നെ പിശാചിന് പോലും കാണാൻ പറ്റത്തില്ലെന്ന്. നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്കും സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 കൊരിന്ത്യർ 5:10-11 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നന്മയായാലും തിന്മയായാലും അതിന് പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ നമ്മൾ കർത്താവിനെ ഭയപ്പെടണം. ലോകത്ത് വേറെ ആരും ഭയപ്പെടണ്ട, സ്വർഗത്തിലെ അപ്പച്ചനെ ഭയപ്പെടണം. ഭയത്തോടും വിറയലോടും അവൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കണം.
അതുകൊണ്ടാണ് 5:21 പറയുന്നു, പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു, അവൻ മൂലം നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് തന്നെ. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ, നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരം നൽകിയ യേശുവിനെ നമുക്കാർക്കും മറക്കുവാൻ കഴിയത്തില്ല. 2 കൊരിന്ത്യർ 6:4 മുതൽ വായിക്കുമ്പോൾ, സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. മഹാസഹിഷ്ണുത, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മല, പരിജ്ഞാനം, ദീർഘക്ഷമ, നിർവ്യാജ സ്നേഹം, ദയ, പരിശുദ്ധാത്മാവ്. അയ്യോ, താഴോട്ട് എണ്ണി നോക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടോ? യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ യോബ് എന്തോ പറഞ്ഞ്, തൻ്റെ ശരീരത്തിലെ വ്രണങ്ങളൊക്കെ തേക്കാനേ അന്നത്തെ കാലത്ത് ഓയിൽമെൻ്റൊന്നും ഇല്ല. ഇന്ന് കിട്ടിയ 5 ഗ്രാമിൻ്റെ ഓയിൽമെൻറ്റിനകത്ത് പകുതി ഗ്യാസാ. എന്നൊരു ചീറ്റ് ചീറ്റിയാൽ പിന്നെ 5-6 പ്രാവശ്യമേ പുരട്ടാനുള്ളൂ. പിന്നെ ആകെ ഉള്ളത് ആഷ, ചാരം. ചാരത്തിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ആ ചാരം അദ്ദേഹത്തെ പുരട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാലും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അവൻ ഇപ്രകാരം പറഞ്ഞു, ഈവൻ ആഫ്റ്റർ ഹി സ്ലേത്ത് മീ ഐ വിൽ ട്രസ്റ്റ് ഇൻ മൈ ഗോഡ്. അവനെന്നെ തകർത്ത് കളഞ്ഞാലും ഞാൻ അവനിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന ദൈവത്തെ ഓർക്കുമ്പോൾ, യോബിനെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, കഷ്ടങ്ങൾ ശീലിച്ചെങ്കിൽ മാത്രമേ ഇടുക്കുവാതിലൂടെ കടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:12-13 വായിച്ച് ഞാനിവിടെ നിന്ന് വെച്ച് നിർത്തുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:12-13. ആ ആ മനസ്സിലായോ? സ്നാനത്തിലേ ചുമ്മാതല്ല സ്നാനപ്പെട്ടതെന്ന്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈ ലോകത്തൊരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. ഇനി ആത്മീയ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അതെടുക്കപ്പെടുന്ന ആളിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക. ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല പറഞ്ഞത്, ഉയർത്തെഴുന്നേറ്റിരിക്കുക. അവൻ സ്നാനപ്പെടാത്ത ഒരുത്തനും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. അതിനുള്ള ഭാഗ്യം നൽകിയത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരി മലമുകളിൽ മരിച്ച കർത്താവായ യേശുവ. 14 വാക്യത്തിൽ പറയുന്നു, വായിക്കാം. അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. ആ ആ ആ കടങ്ങളുടെ ചീട്ട് എന്തോ എഴുതിയിരിക്കുന്നത്? കൈയെഴുത്ത്. അത് ശരിക്കുള്ള ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ ബൈബിളാണ് ഞാൻ വായിക്കുന്നത്. വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. ചട്ടങ്ങളാൽ നമുക്കെതിരെ ഇരുന്ന പ്രതികൂലമായിരുന്നതുമായ കടങ്ങളുടെ ചീട്ട്, അത് ലീഗൽ ബോൺ പേപ്പറാണ്. ഈ ട്രഷറിയിൽ നിന്ന് നിങ്ങൾ പോയി മേടിക്കുന്ന 50 രൂപയുടെയും 100 രൂപയുടെയും പത്രം ഉണ്ടല്ലോ, വസ്തു മേടിക്കുമ്പോൾ 1500, 2000, 3000, 30,000 വരെ ചീട്ടുണ്ട്. അതിനകത്ത് ചീട്ട, ആ ചീട്ട എഴുതി വെച്ചേക്കുന്നത്. ഈ ചീട്ട അത് ലീഗൽ ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ഈ ലീഗൽ ഡോക്യുമെൻ്റ് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ മകൾക്ക് ഞാൻ 10 സെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എഴുതി വെച്ചതാണ്. അത് സഹോദരങ്ങൾക്കും പറ്റത്തില്ല പിന്നെ പിടിച്ച് മേടിക്കാൻ. ആ ലീഗൽ ഡോക്യുമെൻ്റ് ഇല്ല, ആപ്പിള്, ഇപ്പോഴത്തെ ചുവന്ന പെയിൻ്റൊക്കെ അടിച്ച ആപ്പിളല്ല, മനോഹരമായ ആപ്പിളാണ്. കണ്ണുകൊണ്ട് കാണാനും എത്ര മനോഹരമാണെന്നറിയോ. അതങ്ങ് പറിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴേ അന്ന് എഴുതി വെച്ച ചീട്ട, അന്ന് എഴുതി വെച്ച ലീഗൽ ഡോക്യുമെൻ്റ്. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും റിച്ച്മാൻ പോയ സ്ഥലത്തേക്ക് പോകാനുള്ളതാ. ഇവരെല്ലാം എൻ്റെ അവകാശമാണെന്ന് എഴുതി വച്ചിരിക്കുന്ന. പക്ഷേ അതിനവൻ ക്രൂശിൽ തറച്ച്
ചീട്ട് മായ്ച്ചു കളഞ്ഞു. ചീട്ട് മായ്ച്ചു കളഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ യേശുവിൻ്റെ ട്രയലുണ്ട്, ട്രയല്. സാൻഹെഡ്രിൻ്റെ അവിടെയും പീലാത്തോസിൻ്റെ അവിടെയും ഇങ്ങനെ ഓരോരുത്തടത്തും കൊണ്ടുവരും. എവിടെ വെച്ച് രക്തം പൊടിച്ചോ ആ രക്തം ഓരോ തുള്ളി തുള്ളിയായി ഈ എഴുതിയിരിക്കുന്ന കൈ എഴുത്തിൻ്റെ മുകളിൽ ആ രക്തം മായ്ച്ച് 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 ഓരോ പ്രാവശ്യവും ക്രൂശിൽ താഴെ വീഴുമ്പോഴും ആ മുൾക്കിരീടം ആദ്യം വെച്ച് നിറച്ചപ്പോഴും യേശുദമ്പുരാൻ ഓരോ രക്തവും ആ എഴുത്തുകളുടെ മേൽ മായ്ച്ച് 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 കൊണ്ടുവന്നു. മായ്ച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും ലീഗൽ ഡോക്യുമെൻ്റ് ഈസ് ലീഗൽ ഡോക്യുമെൻ്റ്. അത് പിശാചിന് ഏത് സമയത്തും എടുക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മായ്ച്ച് കളഞ്ഞിട്ട് അവൻ ആ ചീട്ട് വായിക്കാം. ആ ചീട്ട് അവൻ ക്രൂശിന്മേൽ ആണി വെച്ച്, എനിക്ക് കാണിച്ച ദർശനം അനുസരിച്ച് ഈ കയ്യുടെ അടിയിലാണ് ഈ പേപ്പർ ലീഗൽ ഡോക്യുമെൻ്റ് വെച്ചത്. എന്നിട്ടാണ് ഈ ആണി അടിച്ചത്. നിങ്ങൾക്കാർക്കും കാണാൻ കഴിയത്തില്ല. നിങ്ങൾക്കാർക്കും കാണാൻ മരത്തെ കണ്ടില്ലല്ലോ, എന്നാൽ ആ ചീട്ടും ആർക്കും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ വിശുദ്ധ പൗലോസപ്പച്ചൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പാപത്തിന് വേണ്ടി പരിഹാരം നൽകി ലീഗൽ ഡോക്യുമെൻ്റ്. ഞാൻ ക്രൂശിൽ മരിച്ചപ്പോൾ ക്രൂശിലാണിയാൽ ആ ഡോക്യുമെൻ്റ് ആണി വെച്ച് തറച്ച് കളഞ്ഞു. എന്നേക്കുമായിട്ട് തൻ്റെ മക്കൾക്ക് റിലീഫ് ഓർഡർ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇനി അവർക്ക് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ സ്വർഗീയ രാജ്യത്ത് നിത്യജീവൻ പ്രാപിപ്പാൻ അവകാശമുണ്ടെന്ന്. അതുകൊണ്ട് ആ മാനസാന്തരപ്പെടുവിൻ, ഇടുക്കുവാതിലൂടെ നിങ്ങൾക്ക് കടക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവേറ്റം ആസന്നമായിരിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ലഘുലഘുകൾ ഒന്നും നഷ്ടമായി പോകല്ലേ. കർത്താവേ, ആ വചനം എൻ്റെ അടുക്കിലേക്ക് വെറുതെ മടങ്ങി വരില്ലെന്ന് അങ്ങ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കർത്താവേ, അതതിൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരൂ. കർത്താവേ, ഞങ്ങളുടെ കാല് മണ്ണിൽ തട്ടിക്കളയുന്നില്ല കർത്താവേ. എന്നാൽ ഞങ്ങൾ ഓരോ ഭവനവും വിസിറ്റ് ചെയ്യുമ്പോഴും ഒരു തുള്ളി കണ്ണുനീര് പ്രാർത്ഥിച്ചിറങ്ങി വരുന്നു കർത്താവേ. അത് മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും പ്രവർത്തിക്കും കർത്താവേ. അനേകർ കർത്താവിനെ നേടുവാൻ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശുദ്ധന്മാരല്ല, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഏൽച്ചു പറയും. ഐ ആം സോറി ലോഡ്, ഐ ആം സോറി പപ്പ, ഐ ആം സോറി മമ്മി, ഐ ആം സോറി ഫോർ മൈ ഫ്രണ്ടിനോട് പോലും പറയുവാനുള്ള ഹൃദയം തൻ്റെ മക്കൾക്ക് കൊടുത്താട്ട് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ശക്തി ഞങ്ങൾക്ക് നൽകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കൈകൾ ആഞ്ഞു ചാണി അടിച്ചപ്പോൾ ആ ലീഗൽ ഡോക്യുമെൻ്റ് ആണിയുടെ അടിയിൽ വെച്ച് പെർമനൻ്റായിട്ട് നിൻ്റെ രക്തത്തുള്ളി കൊണ്ട് ഓരോ അക്ഷരവും മായ്ച്ചു കളഞ്ഞതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അർഹരല്ല കർത്താവേ, ഞങ്ങൾ അർഹരല്ല, ഞങ്ങൾ അർഹരല്ല കർത്താവേ. എങ്കിലും അങ്ങയുടെ ജീവനേക്കാൾ ആ വലിയ ദയ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചരിക്കുവാൻ ഞങ്ങൾക്ക് സ്തോത്രമെന്ന യാഗം ഞങ്ങളുടെ ചുണ്ടിന്മേൽ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇടുക്കുവാതിലൂടെ അനേകർ കടക്കാൻ ശ്രമിക്കുകയും കഴിയുകയില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് കർത്താവേ. എന്നാൽ എൻ്റെ ദൈവത്തെ ഭയപ്പെടുവാൻ ഞങ്ങൾ ഭയത്തോടും വിറയലോടും ദൈവത്തെ ആരാധിപ്പാൻ കർത്താവേ നീ സഹായിക്കണമേ. തൻ്റെ മക്കളെല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം കർത്താവെ. രോഗങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ രണ്ടുപേർ ഐക്യബന്ധപ്പെട്ട് എന്ത് യാചിച്ചാലും തരുമെന്നുള്ള വിശ്വാസത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വേദനകളാൽ ഭാരപ്പെടുന്ന തൻ്റെ മക്കളെ നീ സൗഖ്യം കൊടുക്കണമേ കർത്താവ്. കർത്താവെ, നിൻ്റെ വചനം അയച്ച് സൗഖ്യം ഞങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന കർത്താവെ, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമേ. വേദനകളാൽ ഭാരപ്പെടുന്നു ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവെ, സൗഖ്യം കൊടുത്താട്ട് കർത്താവെ. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്ര നാൾ മുന്നോട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങളുടെ കണ്ണുകൾ അടയുമ്പോൾ
ആയിരക്കണക്കിന് ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ ദേഹിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ നല്ല അനുഭവത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇവിടുത്തെ ശുശ്രൂഷയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി തീരട്ടെ. സകലതും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം കൃപയോടെ കേൾക്കണമേ. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നോട് സദയം ക്ഷമിക്കണം. എനിക്ക് 2 മണിക്ക് ആലപ്പുഴയിലൊരു സ്കാനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് എറണാകുളത്തിന് പോകണം. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ അങ്ങ് ഇറങ്ങുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ഓർക്കുമ്പം പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.